നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവള് പറയുന്നത് കള്ളമാണെന്ന് വരുണനോട് പറഞ്ഞ പിന്നൊരിക്കലും എന്റെ മകള് കണിമംഗലത്തേക്ക് തിരിച്ചു വരില്ല. വാ. എന്താ മോളെ കേൾക്കുന്നത്? ഇവരീ പറയുന്നൊക്കെ സത്യമാണോ? പറഞ്ഞു കൊടുക്കടി അങ്ങോട്ട്. അതിശയിക്കാനൊന്നുമില്ല. ഇവിടുത്തെ സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ കണ്ടപ്പോ തിരുമേനിയുടെ മകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കിട്ടിയ അവസരം അങ്ങ് മുതലാക്കി. തിരുമേനി, വരുൺ വന്നൊന്ന് ചോദിച്ചിട്ടാവാമെന്ന് കരുതിയ നിങ്ങളെ വിളിക്കാതിരുന്നത്. മോളെ, നീ എന്താ ഒന്നും പറയാത്തത്? ഞാൻ ഇവരോട് പറഞ്ഞതൊക്കെ സത്യം. ഏതായാലും നിങ്ങളെല്ലാവരും കൂടി ഇദ്ദേഹത്തെ വിളിപ്പിച്ചല്ലോ. ചന്ദ്രശേഖര, വരുണിനോട് വരാൻ പറയൂ. അതിന് അവനെ എവിടുന്ന് കണ്ടുപിടിക്കാനാ? പാവം നാട് വിട്ടുപോയോ അതോ എന്തെങ്കിലും കടുങ്കൈ ചെയ്തോന്ന് ആർക്കറിയാം? അവൻ ഹോസ്പിറ്റലിൽ ഇല്ലേ? അത് അമ്മയെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞത്. അവൻ ഹോസ്പിറ്റലിൽ ഇല്ല. കടൽക്കരയെ വെച്ച് വരുണിനെ കാണാതായി. അവന്റെ മൊബൈലും ചെരുപ്പൊക്കെ ബിജുവിന് കടപ്പുറത്തുനിന്ന് കിട്ടി. എന്റെ ദൈവമേ, ഇത്ര നേരം പോലീസുകാരന്വേഷിച്ചിട്ടും അവനെ കണ്ടു കിട്ടിയിട്ടില്ല. എല്ലാത്തിനും കാരണം തിരുമേനിയുടെ മകളാ. ഏട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തുകയും വരുണിനെ കണ്ടുപിടിക്കുകയും വേണം. എന്നിട്ട് പ്രിയങ്കയുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് അവര് തീരുമാനിക്കട്ടെ. അതുവരെ ഞങ്ങൾക്ക് ഈ ഭാരം ചുമക്കാൻ വയ്യ. വിളിച്ചോണ്ട് വയ്ക്കോ. കൽപ്പനേ, മുത്തശ്ശിക്ക് ഇപ്പൊ ഏതാ വലിയ കാര്യം? അച്ഛനെക്കാളും വരുണിനെക്കാളും പ്രിയപ്പെട്ടതാണോ ഇവള്? പോയി നിന്റെ സാധനങ്ങളൊക്കെ എടുത്തോണ്ട് പോ. പറഞ്ഞത് കേട്ടില്ലേ? നിങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യത്തെ ഞാൻ എതിർക്കുന്നില്ല. ജയഭാരതി അമ്മേ, ഞാൻ അവളെ കൊണ്ടുപോവാ. തിരുമേനി, മക്കളെ വളർത്തുമ്പോ അറിയുന്നതൊക്കെ ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരൊരിക്കലും വഴിതെറ്റില്ല എന്നാണല്ലോ നമ്മളൊക്കെ കരുതുക. എല്ലാവരും വരട്ടെ. അതിനുവേണ്ടി ഞാനും എന്റെ കുടുംബവും പ്രാർത്ഥിക്കാം. തൽക്കാലം ഞാൻ ഇവളെയും കൂട്ടി ഇറങ്ങുക. എന്റെ മര്യാദ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ. ഇവള് പറയുന്നത് കള്ളമാണെന്ന് വരുണനോട് പറഞ്ഞ പിന്നൊരിക്കലും എന്റെ മകള് കണിമംഗലത്തേക്ക് തിരിച്ചു വരില്ല. വാ. ചന്ദ്രശേഖര, എന്റെ വരുൺ. അമ്മേ, എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട്. അവനെ നമുക്ക് കണ്ടെത്താം. അവന്റെ ഈ അവസ്ഥയ്ക്ക് ഒരർത്ഥത്തിൽ അമ്മയും കാരണക്കാരിയാ. വിവാഹ ദിവസം തന്നെ അവളെ വേണ്ടാന്ന് അവൻ പറഞ്ഞിരുന്നതല്ലേ? അന്ന് അത് കേട്ടിരുന്നെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഈ ഗതി വരുമായിരുന്നോ?
ആ എന്തായാലും പോയത് പോയി. ഇനി അവൾ എന്തായാലും ഇങ്ങോട്ട് തിരിച്ചു വിളിക്കണ്ട. അമ്മ അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നേ? ഇവിടെ ആരെങ്കിലും ഉണ്ടോ? അച്ഛനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്നൊരു നെഞ്ചുവേദനയും തളർച്ചയും വന്നു. അയ്യോ, എന്നിട്ട് ആരോട് വിളിച്ചു പറഞ്ഞില്ലല്ലോ? ഇപ്പൊ എങ്ങനെയുണ്ട്? ഡോക്ടർമാരൊന്നും പറഞ്ഞിട്ടില്ല. ഐസിയുല. ദൈവമേ. മോളെന്താ ഇവിടെ? അത് മുത്തശ്ശിയുടെ തലയൊന്ന് പൊട്ടി ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നതാ. അയ്യോ, അല്ല, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല, വേറെ ആരാ കൂടെ ഉള്ളത്? അമ്മയുണ്ട്. ഇവിടെ ഇപ്പൊ വേറെ ആരുമില്ല. എന്തെങ്കിലും ആവശ്യത്തിന് നഴ്സുമാര് വിളിക്കും. അമ്മ ഇപ്പൊ അങ്ങോട്ട് വരുന്നില്ല. മോള് പറഞ്ഞാ മതി. ആ, ഞാൻ പറഞ്ഞോളാം. എന്നിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരാം. അച്ഛനെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ശരി. പരമേശ്വരന്റെ കൂടെയുള്ള ആരാ? ഒന്ന് കൂടെ വരണം. 1-2 ഒപ്പുകൾ ഇടാനുണ്ടായിരുന്നു. ഇൻഷുറൻസ് പേപ്പറിന്റെയാ. മോള് കുറച്ചു നേരം ഇവിടെ നിൽക്കോ? അമ്മ ഇപ്പൊ വരാം. ആ, അമ്മ പോയിട്ട് വാ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ശരി മോളെ. ചന്ദ്രശേഖര, എല്ലാവരെയും വിളിച്ച് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ടെന്ന് നീ പറയാതെ ഈ നേരമായിട്ടും വരുണിനെ കുറിച്ച് ഒരു വിവരവും കിട്ടിയില്ലല്ലോ. നാട് നീളെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കാമേ. പിന്നെ അവന്റെ കാര്യമായതുകൊണ്ട് പറയാനും പറ്റില്ല. ആ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലൊരു പോക്കുള്ളതാണല്ലോ. അത് ശരിയമ്മേ. എത്രയോ ദിവസം വരുൺ പോയിട്ട് നമ്മൾ കാത്തിരുന്നിട്ടുണ്ട്. 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടില്ലേ? അതും പറഞ്ഞ് ആശ്വസിക്കാൻ എനിക്ക് കഴിയില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.